ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ദുപ്പട്ടയിൽ ലേസ് അറ്റാച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഹെൽത്തിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദുപ്പട്ട എടുത്തിരിക്കുന്നത് ജോർജറ്റിലാണ്. അതിലേക്കുള്ള ലേസ് എടുത്തിരിക്കുന്നത് ഇതാ ഈ ഒരു ഹാങ്ങിങ് ലേസും പിന്നെ വീതി കുറഞ്ഞിട്ടുള്ള ഈ ഒരു ലേസും കൂടെയാണ് കേട്ടോ. രണ്ടും സെയിം കളറാണ് വരുന്നത്. അപ്പോൾ ദുപ്പട്ടയുടെ വീതി ഒന്നും കുറച്ചിട്ടില്ല കേട്ടോ. ഫുൾ വീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീതി നമ്മൾ കുറച്ചിട്ടില്ല. പിന്നെ ത്രെഡ് എടുക്കുമ്പോൾ താഴെ ഭാഗം നമ്മൾ യെല്ലോ കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. മുകളിലേക്ക് നമ്മൾ ലേസിൻ്റെ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നൂലിട്ട് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും അറ്റത്ത് ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ലേസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ലേസ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്നിച്ച് തന്നെ സ്റ്റിച്ചിട്ട് പോന്നാൽ മതി. അപ്പോൾ നമ്മൾ ഷോളിൻ്റെ അറ്റം നല്ല ഭാഗത്തേക്കാണ് ഒന്ന് മടക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ താഴെ ഭാഗം നല്ല ഫിനിഷിംഗ് ആയി നിൽക്കും. മുകൾ ഭാഗം നമ്മൾ മേലെ ലേസ് വരുമ്പോൾ അതും ഫിനിഷിംഗ് ആയി നിൽക്കും. അപ്പം ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ ലേസ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഷോളിൻ്റെ അറ്റം മടക്കി കൊടുക്കലും ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യലും രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഫോൾഡ് ചെയ്യുന്നത് സ്റ്റിച്ചിൽ കൊടുങ്ങുന്നുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു അറ്റം കുറച്ചൊന്ന് കയറി നിന്ന് വിചാരിച്ച് കുഴപ്പമില്ല. വേറെ ലേസും കൂടെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു മടക്കി കൊടുക്കുന്നതിൻ്റെ ആ തുമ്പൊക്കെ മറ്റേ ലേസിൻ്റെ ഉള്ളിൽ പൊയ്ക്കോളൂ കേട്ടോ. നമ്മൾ സ്റ്റിച്ചിൽ കൊടുങ്ങുന്നുണ്ടോയെന്ന് നോക്കുക. ചിലപ്പോൾ നമ്മളിങ്ങനെ വലിച്ച് പിടിക്കുമ്പോൾ പിന്നെ കുറച്ചധികം നമ്മൾ വലിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ഫോൾഡിങ് നിവരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു മൂല, അതായത് ഒരു കോർണർ ഭാഗം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അവിടെ ഇതുപോലെ ത്രെഡ് കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചിട്ട് ഒന്നങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. അപ്പം അത് നല്ല വൃത്തിക്ക് തന്നെ റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു ത്രെഡ് കട്ടറോ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു കോണ് പോലെ, അതായത് ഒരു ഒറ്റ വരയായിട്ട് ഇങ്ങനെ കിട്ടും. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിങ്ങനെ തിരിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുമേൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ഇടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ ഒറ്റ സ്റ്റിച്ചുമേൽ തന്നെ അത് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നൊരു കാര്യം പറയാനുള്ളത്, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ലേസ് ഇതാ ലാസ്റ്റത്തെ കോർണർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോർണറും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എൻഡിങ്ങിലെത്തും. ഈ ഒരു കോർണർ മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ത്രെഡ് കട്ടറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് ഇങ്ങോട്ടൊന്ന് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതുപോലുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. ഹൽദി, മെഹന്തി അങ്ങനെ വരുന്ന വെഡ്ഡിങ് ഡ്രസ്സുകൾ എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാൻഡ് വർക്ക്, സ്കാലപ്പ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈസ് എന്ന് പറയുന്നത് കിഡ്സിൻ്റെയും വലിയവരുടെയും എല്ലാ സൈസിലുള്ളതും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് കാവനൂരാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ലേസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതും ഇതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് മുകളിൽ വെച്ചിട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് മടക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ആ നൂലൊന്നും ഇങ്ങനെ പോരില്ല. അപ്പോൾ ഈ ഒരു ലേസിനെ നമ്മൾ 2 സ്റ്റിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വെക്കുന്നത് മറ്റേ ലേസിൻ്റെ ഒരു പോയിൻ്റ് മുകളിലേക്കായിട്ടാണ് കേട്ടോ. അപ്പം എന്നിട്ട് അതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ആ 2 ലേസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണൂലേ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു പോയിൻറ്റിലൂടെ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഒരു ലേസ് വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിത് അങ്ങനെ വെക്കുമ്പോൾ ഇത്തിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ കുറച്ച് സ്ഥലത്ത് മാത്രം ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. അതായത് നമ്മളൊന്ന് കുറേ അകലേക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ റെഡിയാക്കി പിടിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും. അപ്പം കുറേശ്ശെ എടുത്തിട്ട്
അങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതും ഈ ഒരു കോർണറും ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക, അല്ല മടക്കി കൊടുക്കുക. പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് അതിൻ്റെ അറ്റത്ത് കൂടെ ഇട്ട് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ വീഡിയോ വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ.